അവന് മദ്യപിച്ച് ആക്രമണങ്ങളും പരിക്കേൽപ്പിക്കലും ഉണ്ടായിരുന്നു. അത് നിരന്തരം ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പലപ്പോഴും ഇങ്ങനെ കേസൊക്കെ ആയി അന്ന് കോടതി പിന്നെ കൗൺസിലിംഗ് ഒക്കെ നടത്തി പിന്നെ വീണ്ടും ഇത് ചെയ്ത് വിട്ടതായിരുന്നു. പിന്നെ ഒരു പെൺകുട്ടിയുണ്ട്, അപ്പോൾ അതിൻ്റെ ഭാവിയും കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പം അതുകൊണ്ടുകൂടി കുറച്ച് കോംപ്രമൈസ് ചെയ്ത് പോയതാണ്. കുഞ്ഞ് ഒരുപാട് പീഡനങ്ങൾ കുഞ്ഞ് സഹിച്ച് ക്ഷമിച്ച് ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് എൻ്റെ കുഞ്ഞൊരു മനുഷ്യായുസിന് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ പീഡനം അവൾ സഹിച്ചതാണ്. മർദ്ദനങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അവന് കൈ കിട്ടുന്ന എടുത്ത് അടിക്കുക, കസേര എടുത്തായാലും എന്തോ ആയാലും കൈ കിട്ടുന്ന എടുത്ത് അടിക്കുക, കത്തി കൊണ്ട് പോറുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ക്രൂര വിനോദങ്ങളാണ് അവൻ കാണിച്ചുകൊണ്ടിരുന്നത്. നിരന്തരമായിട്ട് അത് തുടർന്നുകൊണ്ടേ ഇരുന്നായിരുന്നു. പല ഘട്ടത്തിലും ഞാൻ കഴിഞ്ഞ ഒരു വർഷം ഞാനിവിടെ ഷാർജയിലുള്ള സമയത്ത് ഇങ്ങനെ അതുപോലെ ഒരു ദിവസം വയലൻ്റായിട്ട് പിന്നെ പെട്ടെന്ന് അവളെ ഒരുപാട് മുറിവേൽപ്പിച്ച്. അപ്പോൾ അന്നേരം ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ എത്തുകയും അവിടുന്ന് അവിടെ അനിയത്തിയുടെ റൂമിൽ കൊണ്ടുവരികയും ചെയ്യായിരുന്നു. അന്ന് പിന്നെ അവിടെ ഷാർജ പോലീസ് നമ്മൾ കേസൊന്നും കൊടുത്തില്ല. കാരണം കേസ് കൊടുത്താൽ അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് അവനെ അന്നത് ചെയ്യാഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു മകളെടുത്ത്, മോളെ ഇനി അവൻ ഇതുകൊണ്ടൊക്കെ ഉപദ്രവിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുക ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പിന്നെ ഇവൻക്ക് ഇപ്പോൾ തന്നെ ഫ്ലാറ്റ് പൂട്ടിയിട്ടിട്ടാണ് ഓടിപ്പോയിരിക്കാൻ വേണ്ടി മർദ്ദിക്കുന്നത്. അങ്ങനെ മർദ്ദിച്ച് എൻ്റെ മകളെ അവൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമായിരുന്നു. ഒരു 11 വർഷമായിട്ട് അവളെ കൊന്നുകൊണ്ടിരിക്കുക. അവൾ ഇപ്പോൾ ലാസ്റ്റ് കൊന്നു. അവനെ കൊന്നല്ല, കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു 11 വർഷമായിട്ട്. അങ്ങനെ വേണം പറയാൻ. കാര്യമെന്ന് പറഞ്ഞാൽ അത്ര ആ കുട്ടി എന്നോട് വിഷമത്തിൽ കരയും പറയുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഞാൻ വിദേശത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ. അന്നൊക്കെ എനിക്ക് കയ്യെത്താ ദൂരത്ത് ഒന്നും ചെയ്യാനൊക്കാത്ത നിസ്സഹായനായി നിന്ന് ഫോൺ ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ. പിന്നെ അടുത്തുള്ളപ്പോൾ നമ്മളുണ്ടെങ്കിൽ ഇവൻ വയലൻ്റ് ആയാൽ അങ്ങനെയൊന്നും ആവത്തില്ല. അവന് നമ്മളൊരു ഭയമുണ്ട് നമ്മൾ അടിക്കുമെന്ന്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഉള്ള സമയത്തൊന്നും അത്ര ഓവർ കതിർവിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതെന്നോട് അവൾ പറഞ്ഞിട്ടില്ല, മറച്ചു വെച്ചിട്ടുണ്ട്. ഒരു പിതാവ് എന്നോട് പറയുന്നതിനൊരു പരിധിയില്ലേ, അങ്ങനെ പലതും മറച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ അവളെ ഇങ്ങനെ ക്രൂരമായി അവൻ 11 വർഷമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാക്കൊല ചെയ്ത് ഇപ്പോൾ കൊന്ന്. അത്രേ എനിക്കിതിനകത്ത് പറയാറുള്ളൂ. എൻ്റെ ഒരു പിഞ്ചു കുഞ്ഞുണ്ട് 10 വയസ്സുള്ള. ആ കുഞ്ഞിന് അമ്മ നഷ്ടപ്പെട്ട കാര്യം അവൾ അറിയുന്നില്ല. അവൾ അപ്പുറത്തെ വീട്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക കുട്ടികളോട്. ഇതുവരെ അറിയിപ്പിച്ചിട്ടില്ല. അതിനുള്ള ശക്തി എനിക്ക് ഇല്ല. ഈശ്വരൻ തരട്ടെ അതിനുള്ള ശക്തി. അവളത് താങ്ങുമോ, അവളത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യ. ഈ പീഡനങ്ങൾ മുൻപ് തന്നെ അറിഞ്ഞപ്പോഴേ നമുക്ക് നിയമ നടപടികളൊക്കെ സ്വീകരിച്ചുകൂടായിരുന്നു. അന്ന് നിയമ നടപടികൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഓൾറെഡി കേസൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കേസ് കുടുംബ കോടതിയിലും പിന്നെ കോർട്ടിലും ഒക്കെ കേസ് അന്ന് അത് തീർപ്പാക്കിയത് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് യുവാക്കളല്ലേ അന്ന് പിന്നെ അതിനുവേണ്ടി പ്രായമുള്ളതല്ല. പക്വത അറിയിക്കുമ്പോൾ എല്ലാം മാറുമെന്നില്ലേ നമ്മൾ ധരിച്ചത്. ഇവൻ പക്വത പ്രായം കൂടുന്തോറും അവന് അപക്വമായിട്ട് വരിക. സാധാരണ പ്രായം കൂടുന്തോറും പക്വതമായിട്ടല്ലേ വരണ്ടേ നമ്മൾ. പ്രായം കൂടുന്തോറും അപക്വമായിട്ടാണ് വരണ്ടേ അവൻ്റെ മദ്യപാനവും ആക്രമണവും ഒക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനൊക്കാത്ത ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പിന്നെ അനിയത്തി അവിടെ ഉണ്ടല്ലോ, അവിടെ അവരിച്ചിരി ദൂരവുമാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോകാനും വരാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യം അല്ല. ഷാർജ രണ്ടുപേരും സജ്ജനാണെങ്കിലും. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഇനി പോകാൻ ഞാനിങ്ങനെ മോളെ ഇനി പോരാനായിട്ട് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അവൾ വിചാരിച്ചപ്പോൾ കുട്ടികൾ വളർന്നു വരികയില്ലേ, പെൺകുട്ടിയില്ലേ. അപ്പം അവളോട് ഒരു ജോലി എങ്ങനെയെങ്കിലും അവിടെ സംഘടിപ്പിച്ച ഒരു ജോലി ശരിയായതായിരുന്നു. ശനിയാഴ്ച മുതൽ അതിന് പോകാനിരിക്കും. അന്നത്തെ ദിവസം ഇത് അവന് കൂടുതൽ ആക്രമണം അടിച്ചു വിട്ടതും അവളെ കൊന്നതെന്ന് നമ്മൾ അറിയത്തില്ല. അത് പിന്നെ ഇങ്ങനെ എന്താണ് സംഭവിച്ചത് നമുക്ക് അതിൻ്റെ നിജസ്ഥിതി അറിയത്തില്ല. എന്തായാലും അവൻ കൊന്നുകൊണ്ടിരിക്കുമായിരുന്നു 11 വർഷമായിട്ട്. അപ്പം അതെനിക്കറിയാം. മകൾക്ക് അമിതമായൊരു സ്നേഹമായിരുന്നു ഭർത്താവിനോട് ഇല്ലേ? പലപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ് പോയി. സ്നേഹം അവൾ അങ്ങനെ എല്ലാവരോടും സ്നേഹമുള്ളൊരു സ്വഭാവക്കാരിയാണ് എൻ്റെ മോള്. നല്ല സ്നേഹസമ്പന്നയാണ് അവൾ. എല്ലാ കാര്യത്തിനും അവനിപ്പോൾ അവളെ അവനൊരു ഉപകരണം വേണ്ടി മാത്രം വെച്ചിരുന്നത്. കാര്യം അവന് ടച്ചിങ് ഉണ്ടാക്കാനും അവന് വറുത്ത് കൊടുക്കാനും ഒക്കെ. മദ്യപിക്കുമ്പോൾ അവനൊരു സഹായത്തിന് അതൊരു ഭാര്യ എന്നുള്ള ഒരു പരിഗണന ഒരിക്കലും അവൻ കൊടുത്തിട്ടില്ല അവൾക്ക്. നമ്മൾ അക്തിസാക്ഷിയായിട്ട് അവളെ താലി ചാർത്തി നിറകതിരും കതിർമണ്ഡപത്തിലും അവൻ ആവശ്യമുള്ള സ്വർണ്ണവും ഒക്കെ കൊടുത്ത് നമ്മൾ അയച്ചു വിട്ടത്. ഒരു പരിഗണന, അവനൊരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന, ഒരു ഭാര്യയാണെന്നുള്ള പരിഗണന ഒരിക്കലും അവൻ കൊടുത്തിട്ടില്ല അവൾക്ക്. മനസ്സിലായി? അത്ര നീചനും നിന്ദിനുമാണ് ഓരോ സ്വഭാവക്കാരനുണ്ടാവും. നമ്മൾ അറിയത്തില്ല. പക്ഷേ അവൻ പേഴ്സണലി നമ്മൾ കണ്ടാൽ അവൻ്റെ ലുക്കിൽ ഒരുത്തരും പറയില്ല അവൻ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം കാണിക്കുന്നവനാണെന്നാണ് നമുക്ക്. ഇനി നിയമപരമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇനിയിപ്പോൾ ഓൾറെഡി കേസ് ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. കേസ് കൊണ്ട് കുറ്റത്തിൻ്റെ കേസ് എടുത്തതെന്നാണ് ഞാൻ അറിയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നെ ഡോക്യുമെൻ്റൊക്കെ വരണമല്ലോ, അതിൻ്റെ എവിഡൻസിൻ്റെയൊക്കെ എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, മരണകാരണങ്ങളും ഫോറൻസിക്കിൻ്റെയൊക്കെ പേപ്പറൊക്കെ വന്നതിന് ശേഷം അവർ പിന്നെ FIR ഇട്ടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. FIR ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ന്യൂസ് ഞാൻ കണ്ടു.
എന്ത് ചെയ്യാനും എൻ്റെ കുഞ്ഞിനെ എനിക്ക് എൻ്റെ പിഞ്ചു കുഞ്ഞിനെ എൻ്റെ മോക്ക് എൻ്റെ കൊച്ചുമോക്ക് അവിടെ അമ്മയെ നഷ്ടപ്പെട്ട് അവൻ നഷ്ടപ്പെടുത്തി എന്ന് വേണം പറയാൻ.